ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലെ ദുരന്ത സമാന സാഹചര്യം കണ്ട നാട്ടുകാർ ഞെട്ടി. ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും പോലീസുമൊക്കെ സജീവമായി രംഗത്ത്. ചുഴലിക്കാറ്റ് അനുബന്ധ ദുരന്ത നിവാരണ മോക്ക് ഡ്രില്ലാണെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർക്ക് ആശ്വാസമായി. ചുഴലിക്കാറ്റിൻ്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് കളക്ടറേറ്റ് കെട്ടിടം തകർന്നു വീഴുന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതുമായുള്ള സങ്കല്പത്തിൽ മോക്ക് ഡ്രിൽ ഒരുക്കിയത്. രാവിലെ 11 മണിയോടെ അപായ സൈറൺ മുഴങ്ങി. ആദ്യം കുതിച്ചെത്തിയ ഫയർഫോഴ്സ് ടീമിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും തുടർന്നെത്തിയ ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിക്കേറ്റവർക്കുള്ള പരിചരണവും അതിവേഗത്തിൽ നടക്കുന്നു. തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതായും കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ കോൺക്രീറ്റ് കട്ട് ചെയ്ത് NDRF രക്ഷപ്പെടുത്തുന്നതായും മുകൾ ഭാഗത്ത് കുടുങ്ങിയവരെയും അബോധാവസ്ഥയിൽ ആയവരെയും കൊച്ചുകുഞ്ഞിനെയും റോപ്പ് റെസ്ക്യൂവിലൂടെ പുറത്തെത്തിക്കുന്നതായുള്ള നടപടികൾ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി നടന്നു. 30 NDRF അംഗങ്ങൾ, 2 ആംബുലൻസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യവകുപ്പിൻ്റെ ടീം, റവന്യൂ വിഭാഗം, KSEB, BSNL, RTO തുടങ്ങിയ സർക്കാർ വകുപ്പുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. ദുരന്ത നിവാരണം റെസ്പോൺസിബിൾ ഓഫീസർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ മേൽനോട്ടത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. NDRF ഡെപ്യൂട്ടി കമാൻഡന്റ് വൈദ്യലിംഗം, NDRF ടീം കമാൻഡർ പ്രശാന്ത് G. ചീനത്ത് എന്നിവർ NDRF സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളും മോക്ക് ഡ്രിൽ നടപടികളും നിയന്ത്രിച്ചു. ഇൻസിഡന്റ് കമാൻഡർ അമ്പലപ്പുഴ തഹസിൽദാർ S. അൻവർ, ജില്ലാ ഫയർ ഓഫീസർ പ്രതാപചന്ദ്രൻ, DYSP മധുബാബു, സൗത്ത് പോലീസ് സ്റ്റേഷൻ CI റെജി രാജ്, ഡോക്ടർമാരായ ഡോക്ടർ സെൻ, ഡോക്ടർ അനീഷ്, DM പ്ലാൻ കോർഡിനേറ്റർ S. രാഹുൽ കുമാർ, ഹസാഡ് അനലിസ്റ്റ് ചിന്തു, ജൂനിയർ സൂപ്രണ്ട് സുധീഷ് കുമാർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.